ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 ശനിയാഴ്ചയാണ്. ഞാനിപ്പോൾ ചാണക്യപുരിയിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മോർണിംഗ് 11 മണിയായി. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടൊരു ഉച്ച കഴിഞ്ഞായിരിക്കും നല്ലപോലെ ട്രിപ്പ് വരുന്നത്. ഇന്നത്തെ ഊബറിലെ ഇൻസെൻറ്റീവ് 240 രൂപയാണ് 20 ട്രിപ്പിന്. ഇൻസെൻറ്റീവ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇൻസെൻറ്റീവ് സ്റ്റാർട്ടാകുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ്. ബൈക്ക് ടാക്സിക്കാർ ട്രിപ്പ് നോക്കി നിൽക്കുന്നു. ബാംഗ്ലൂർ ബാക്ക് ടാക്സി നിരോധിച്ചത് കൊണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് ഇവിടെയും ഓട്ടോക്കാർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമരം ഉണ്ടായിരുന്നു ഇവിടെ. ബാംഗ്ലൂർ ബാക്ക് ടാക്സി നിരോധിച്ചുകൊണ്ട് ഇവിടെ നിരോധിക്കാൻ വേണ്ടി ഇവിടെ ഓട്ടോക്കാർ കഴിഞ്ഞ ദിവസം സമരം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാക്ക് ടാക്സി യൂണിയനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ ദിവസം ഊബറിൻ്റെ പ്രതിനിധികളും ഇവിടുത്തെ ഗതാഗത മന്ത്രിയൊക്കെ ആയിട്ട് ചർച്ചയുണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാക്ക് ടാക്സി യൂണിയൻ്റെ ആൾക്കാരും ഊബറിൻ്റെ പ്രതിനിധികളും ഇവിടുത്തെ മന്ത്രി എല്ലാവരും കൂടെ. ഡൽഹിയിൽ ബാക്ക് ടാക്സി അലൗ ചെയ്യും, പക്ഷെങ്കിൽ ഇലക്ട്രിക് വണ്ടി ആകാനേ സാധ്യതയുള്ളൂ. പെട്രോൾ വണ്ടി ബാൻ ചെയ്യാൻ പോവുക ഡൽഹിയിൽ. അപ്പോൾ ഇനി ബാക്ക് ടാക്സി അലൗ ചെയ്താലും ഇലക്ട്രിക് വണ്ടി ഓടാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഡൽഹി മെട്രോയൊക്കെ ബാക്ക് ടാക്സി സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ തുടക്കത്തിലെങ്ങാണ്ട് 100 മെട്രോ സ്റ്റേഷൻ്റെ പരിധിയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ പാസഞ്ചറിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ലേഡീസിന് ലേഡീസ് ഓടിക്കുന്ന ടാക്സി, ജെൻസിന് ജെൻസ് ഓടിക്കുന്ന ടാക്സി ഡൽഹി മെട്രോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ 100 സ്റ്റേഷൻ എങ്ങാണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് കൂടുതൽ സ്റ്റേഷനിലോട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ. അപ്പോൾ പിന്നെ ഡൽഹിയിൽ ബാക്ക് ടാക്സി നിരോധിക്കാൻ സാധ്യതയില്ല. പിന്നുള്ള പ്രശ്നം ഇലക്ട്രിക് വണ്ടിയെ അനുവദിക്കത്തുള്ളതേ ഉള്ളൂ. രാവിലെ ട്രിപ്പുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷേ നോർത്ത് ഡൽഹി ഏരിയയിലേക്കാണ് വരുന്നതല്ല. അങ്ങനെ നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ പ്ലംബിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം അതിന് പ്ലംബർ വന്നതുകൊണ്ട് എനിക്ക് രാവിലത്തെ ഓട്ടം മതിയാക്കി പോരേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി 3 മണിക്ക് ഇറങ്ങി ഒരു 3:30 ആയപ്പോൾ അവിടെ കിട്ടില്ല മഴ. പിന്നെ മഴയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നനഞ്ഞ് വീട്ടിൽ വന്ന് മഴയൊക്കെ കഴിഞ്ഞിപ്പോൾ 7 മണിയായപ്പം വീണ്ടും ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഇൻസെൻറ്റീവും പോയി. ഇനിയിപ്പോൾ നമുക്ക് 9 മണി വരെയുള്ള സമയം. 9 മണിക്കുള്ളിൽ നമുക്കിനി 9 ട്രിപ്പ് ചെയ്യണം. അത് നടക്കത്തില്ല. റോഡിലെല്ലാം വെള്ളക്കെട്ടും ട്രാഫിക് ജാമും. പക്ഷേ ചെറിയ ട്രിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ 9 എണ്ണമൊന്നും എടുക്കാനുള്ള സമയമില്ല നമുക്ക്. ഇല്ല, മൊത്തം വെള്ളമാണ്. അഴുക്ക് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡീർ പാർക്കിനൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഹോസ്കാസ് ഡീർ പാർക്കിലേക്കൊരു ട്രിപ്പ് കിട്ടി നമുക്ക് ഇവിടുന്ന്. പാസഞ്ചർ ലൊക്കേഷൻ ഇവിടെ ഇട്ടേക്കുന്നത്, പക്ഷേ ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണല്ലോ. ഇതെല്ലാം അഴുക്ക് വെള്ളമാണ്. അപ്പിയും ചാണകം എല്ലാം കിടക്കുന്ന വെള്ളം. ഇന്ന് നമുക്കൊരു 12 മണി വരെ ഓടാം. 1 മണി വരെ ഓടാം. ഇന്ന് ശനിയാഴ്ചയല്ലേ. ശനിയാഴ്ച ആയതുകൊണ്ട് കോൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ ചെളുക്കുണ്ടി വന്ന് നിൽക്കുന്നത്. जी लोकेशन पे खड़ा हूँ मैंने. आप वो काला वाला गेट पे खड़ा है क्या? ओके 1 मिनट आ रहा. ठीक है.
കാറുകാരന്മാർ വെള്ളം തെറിപ്പിച്ചാ പോകുന്നത്. ഇതാണ് അവസ്ഥ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ. അതിൻ്റെ ഇടയിൽ അമ്മാര് കിടന്ന് अरे क्या यार അങ്ങനെ നമ്മൾ ഡീർ പാർക്കിലെത്തി. दस रुपये ले लो ठीक है. 110 രൂപയുടെ ഈവനിങ്ങിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അന്നെ ജാമായിരുന്നു. നമ്മൾ ഹോസ്കാസ് ഡീർ പാർക്കിലെത്തിയപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ട്രിപ്പ് വല്ലതും കിട്ടിയാലും നല്ലായിരുന്നു. എന്തോരം ക്രൗഡാന്ന് നോക്കി. ഇവിടെ 116 രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. അങ്ങനെ നമ്മളിപ്പോൾ കിഷൻഗഡിലെത്തി. കിഷൻഗഡ് ഇതുവരെ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് 250 രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത്. ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ മുനീർക്കയിൽ നിന്ന് എടുത്ത് കിഷൻഗഡിലെത്തി. കിഷൻഗഡിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ആംബിയൻസ് മാളിലേക്ക് കിട്ടി. നമ്മുടെ പാസഞ്ചർ ഇവിടെയാണ് നിൽക്കുന്നത്, ഈ ചെളിക്കുണ്ടിൽ. OTP ആംബിയൻസ് മാളിലേക്കാണ് നെക്സ്റ്റ് ട്രിപ്പ്. ഈ ചെളിക്കത്തങ്ങനെ വീണാൽ 8ന്റെ പണിയാവും. आप लोकेशन अपडेट करो. लोकेशन गलत डाला है आपने. नहीं नहीं ये देखो ये पे डाला हुआ है. आप एक बार अपडेट करके देखना. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് കിഷൻഗഡി വിട്ടിട്ട് അവിടെ നിന്നൊരു ട്രിപ്പ് പാഴ്സലിൻ്റെ ട്രിപ്പ് എടുത്ത് നേരെ ഇപ്പോൾ സഫ്ദർജംഗി വന്നു. ഈ ചെറിയ ചെറിയ പാഴ്സലിനൊക്കെ 80 രൂപ, 70 രൂപ 80 രൂപയൊക്കെ കിട്ടും നമുക്ക്. അടിപൊളിയല്ലേ? ഇപ്പോഴത്തെ ട്രിപ്പിൽ നമുക്ക് 80 രൂപ കിട്ടി 7 കിലോമീറ്ററിന്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് മുനീർക്കയ്ക്ക് കിട്ടി. ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഈ മണിപ്പൂരീസിൻ്റെ ഓട്ടം തന്നെ കിട്ടും ഈ ഏരിയയിൽ. സഫ്ദർജംഗ്, മുനീർക്ക, കിഷൻഗഡ് ഈ മൂന്നും ഇവരുടെ ഏരിയയാണ്. രാത്രി 12 മണി വരെ വെള്ളി ശനി ഞായറും ഇവരുടെ ഓട്ടം ഇഷ്ടം പോലെ വരും. ഇതാണോ നമ്മുടെ പാസഞ്ചർ? ഓക്കെ, നമുക്ക് ഊബറിൽ വേറൊരു ട്രിപ്പ് കിട്ടി ഇവിടുന്ന് ഗ്രീൻ പാർക്കിലേക്ക്. 6795 ओके. बैठे बैठे. हाँ हाँ आज बहुत बारिश था. लूडो खेल रहा है ना. लेट हो गई यार, वो फिटिंग करा रही थी. लेट हो गई, गर्मी हो गई और इधर से
यहीं से लेफ्ट है? इधर। आप मणिपुर से है क्या? हाँ? मणिपुर से है क्या आप? नहीं नहीं, इधर और साइड पर। यहीं पे? इधर आगे थोड़ा बस। ओके। 50 प्राइस ना? हाँ जी। नहीं किया आपने? और घूमने के में बस 500 है ना, चेंज हुआ? चेंज नहीं होगा। आ गया 55 आ गया। रोहित के नाम है ना? हाँ रोहित। आ गया। അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ഗ്രീൻ പാർക്കിലെത്തി. അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി കുത്തബ് ഗോൾഫ് കോഴ്സിൽ വന്നതാണ്. ആദ്യം മൂന്നീർക്കേക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. 2635 बैठिए. ഇന്ന് ശനിയാഴ്ച പോയിട്ട് എല്ലാവരും അർമാദിക്കുന്ന ദിവസം. ये पे है ना? हाँ यहाँ पर। ओके ओके ठीक है. അങ്ങനെ നമ്മുടെ 39 രൂപയുടെ അടുത്തൊരു ട്രിപ്പ് കൂടെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ സമയം 12:30 ഇതുവരെ നമ്മൾ ഊബറിൽ 12 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. ഊബറിൽ 12 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. 626 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. റാപ്പിഡോയിൽ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 109 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 735 രൂപയ്ക്കാണ് ഇന്ന് ടോട്ടൽ ഓടിയിരിക്കുന്നത്. ഇന്ന് പെട്രോള് 230 രൂപയുടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ബാലൻസ് 500 രൂപയാണ്. 5 മണിക്കൂറാണ് ഇന്നത്തെ ബാലൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.